ഞങ്ങളുടെ കാലത്ത് നിങ്ങളുടെ പിതാവിൻ്റെ അച്ഛൻ്റെ സിനിമ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രതീഷിൻ്റെ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഇന്ന് മലയാള സിനിമയിൽ സജീവമാകുന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. കൂടുതൽ സജീവമാകട്ടെ, സചേതനമാകട്ടെ, ഒരുപാട് റോളുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന് ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ആശംസിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് ഇവിടെ ഇരിക്കുന്ന പോലെയാണ്. എന്താ വിളിച്ചിരുന്ന? ഡാഡി, പപ്പ, അച്ഛൻ. എന്തായാലും നിങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പുള്ളി അവശേഷിപ്പിച്ചിട്ടാണ് വിട്ടേക്കുന്നത്. കണ്ണ്. പാർവതിന് മുമ്പ് ഇരിക്കണമെങ്കിൽ ചെറിയ പേടി വരുന്നുണ്ട്. അതിൽ ഈ കണ്ണും തിളങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം എഴുതിയിട്ടൊക്കെ വരും. തന്നെയാണോ കരിയറിന് ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ, അല്ല വേറെ വല്ല ആയിരുന്നോ? ഫിലിമിൽ തന്നെ വരും അറിയായിരുന്നോ, അല്ലോ വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ പാർവതിക്ക്? പാർവതിയുടെ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ വീട്ടിൽ സംസാരിക്കില്ലേ? നമ്മൾ സംസാരിക്കാറൊക്കെ അതായത് സത്യം പറയണമെങ്കിൽ ഈ ഷോയിൽ വരണം. അല്ല, ഇത് എന്താ പറയുക, പ്രണവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് സ്ട്രൈക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പഠിക്കണ്ട, ഞാൻ സിനിമയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാ. ഏത് ക്ലാസ്സിൽ? +2 കഴിഞ്ഞപ്പോ. +2 കഴിഞ്ഞപ്പോ തുടങ്ങി. അതെ, ഇത് ഭയങ്കര സ്ട്രൈക്ക് ആയിരുന്നു ഇതൊക്കെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഫാമിലിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷെ ഞങ്ങൾ 4 പേരിലും എനിക്കും ചേച്ചിക്കും അനിയനാണ് മൂവിനോട് താല്പര്യം, അനിയത്തിക്ക് കൂടുതലില്ല. പക്ഷെ കൂടുതലും ഈ മൂവീസിനെ കുറിച്ച് ഞാൻ മൂവീസിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു നിന്നാൾ ചേച്ചിയാണ് പണ്ട് തൊട്ട്. അപ്പൊ ഈ ജോലിയിലൊക്കെ ആരെങ്കിലും വലിച്ചു കൊണ്ട് കയറ്റിയതായിരിക്കല്ലേ? വലിച്ചു കൊണ്ട് കയറ്റിയത് അങ്ങനെയല്ല. അമ്മ പറയുന്നുണ്ടായിരുന്നു സിനി ഇൻഡസ്ട്രി കുറച്ച് റിസ്കിയാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ത് സംഭവിക്കും. വളരെ വോളട്ടൈലാണ്, എന്ത് സംഭവിക്കാം, ഉയർന്നു പോകാം, താഴേക്ക് പോകാം. മലയാളം അത്ര ഫ്ലുവന്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഐ തിങ്ക് യു സ്പീക്ക് മച്ച് ബെറ്റർ ആക്ച്വലി. ഞാൻ വിചാരിച്ചതിനേക്കാളും ചേച്ചിയുടെ മലയാളം ഇസ് റിയലി ഗുഡ്. എന്റെയാണ് ഇച്ചിരി മോശം. അത് സിനിമയിൽ 2 അടിയും പിടിയൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും നല്ല മലയാളം വന്നുള്ളൂ, പഠിച്ചോളൂ. അപ്പം അച്ഛൻ്റെ മരണ സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്കൊരു എന്താ പറയാ, യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിങ്ങളെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയോ, അത് ഇൻസുലേറ്റ് ചെയ്തു? എന്താണ്? അല്ല, അങ്ങനെയല്ല. അച്ഛന് വന്നിട്ട് ഈ അഗ്രികൾച്ചറിനോടൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ലാൻഡ് ഒക്കെ വാങ്ങി അവിടെ അഗ്രികൾച്ചർ അച്ഛൻ ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെയാണ്. ബിക്കോസ് അമ്മ ഞങ്ങളെ വളർത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളൊരു വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലായിരുന്നു കോയമ്പത്തൂരിൽ. മോർ ദാൻ 1500 ഫാമിലീസ് ഉള്ള ഒരു വലിയ ഹൗസിംഗ് കോളനിയിലായിരുന്നു. അവിടെ അച്ഛൻ ഉള്ള പിള്ളേരിന് കിട്ടുന്ന അത്ര അവരിന് പോലും ഞങ്ങൾക്ക് കിട്ടിയ അത്ര ഇത് കിട്ടത്തില്ലായിരുന്നു. ബിക്കോസ് അമ്മ ഞങ്ങളെ ഒരു കഷ്ടവും അറിയാതെ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോ വാട്ട് ലൈഫ് ഇസ്, അതും കൂടെ പഠിപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു നെഗറ്റീവ് വന്നാലും അതും നമ്മൾ പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്യണം. രതീഷ് ഏട്ടനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 86-ലാണ്. എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതിന് അവരുടെ അമ്മയോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രതീഷിനോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയവും ഒക്കെയാണ്. രതീഷ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് ഇത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അത് ലാലും ശ്രീ തമ്പി കണ്ണന്താനവും ഒക്കെ ചേർന്നാണ് രാജാവിൻ്റെ മകൻ്റെ സെറ്റിലേക്ക്. അന്ന് മമ്മൂക്കയുടെ കൂടെ 1000 കണ്ണുകളുടെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് പുതുതായി വാങ്ങിയ കാറിൽ വന്ന് ഇറങ്ങിയ രതീഷ് ഏട്ടന് അന്ന് ആദ്യമായിട്ടാണ് അടുത്ത് പരിചയപ്പെടുന്നത്. അതൊക്കെ മാറി അവർ രണ്ടുപേരും ഇപ്പം സിനിമയിൽ സജീവമായി. ഒരാൾ ഹീറോയിനായിട്ട്, പാറു അതിൽ ഹീറോയിനായിട്ട് വരുന്ന മധുരനാരങ്ങയിൽ. പത്മരാജൻ ഇപ്പോൾ 2ാമത്തെ സിനിമ, 2ഉം മമ്മൂക്കയുടെ കൂടെയാണ് 2 സിനിമയും ചെയ്തത്. നല്ലൊരു റോളാണ് അച്ഛേദിനിൽ ചെയ്യുന്നത്. 2 പേരും പെട്ടെന്ന് അവർക്ക് ദൈവാധീനം എന്ന് തന്നെ പറയട്ടെ, അതിനൊരു പെട്ടെന്നൊരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അവർ 2 പേരും ഇപ്പോൾ സിനിമയിൽ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറാൻ പോവുകയാണ് ഈ പടത്തോടുകൂടി. ഞാൻ സുരേഷ് കുമാർ അങ്കിളുടെ വീട്ടിൽ ഓഫൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് മൂവിയുടെ പ്രൊഡ്യൂസർ എന്നെ കണ്ടിട്ട് നമ്മൾ അന്ന് വെറുതെ ഇങ്ങനെ പരിചയപ്പെട്ടു. ഓക്കെ, രതീഷിൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു, പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ് മോളെ കുറച്ച് പിക്ചേഴ്സ് എനിക്ക് അയച്ചതാ, ഒരു മൂവി എടുക്കാൻ പ്ലാൻ ഉണ്ട്, കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഓക്കെ, ഇങ്ങനെ ടീം വന്നിട്ട് എറണാകുളത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് എറണാകുളം വരെ വരാമെങ്കിൽ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കാം, ഡയറക്ടർക്കും കണ്ടിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സുഗീതേട്ടനുണ്ട്, പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്. പാർവതി തന്നെയാണോ ഇത്? ഇതെനിക്ക് ചെയ്യാൻ പറ്റിയോ? ഇത്രത്തോളം ആപ്റ്റായിട്ടാണോ എൻ്റെ കഥാപാത്രം എന്നൊക്കെ ചിന്തിച്ചോ?
ഞാൻ തീർച്ചയായും അങ്ങനെ ചിന്തിച്ചായിരുന്നു. കാരണം ഇത് എനിക്ക് സുഗീതേട്ടൻ ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ കളിച്ചു നടക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല. അവിടെ വെച്ച് ഞാൻ ഈ ഷൂട്ടിൽ ഇരിക്കുമ്പോഴും സുഗീതേട്ടൻ ഒരിക്കലും എനിക്ക് അഡ്മിറ്റ് ചെയ്ത് തരില്ലായിരുന്നു നന്നായി ചെയ്തു എന്ന്. എന്നും വന്നിട്ട് എന്നോട് ചോദിക്കും, കുറച്ച് അഭിനയിച്ചൂടെ, ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് അഭിനയിച്ചൂടെ നിനക്ക്, ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ.